ഓം ശ്രീ മഹാഗണപതയേ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ നാരായണീയം ദശകം 1 6-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ദശകം 1 ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്ത സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഈ ശ്ലോകത്തിൽ വൈകുണ്ഠരൂപിയായ ഭഗവാന്റെ മനോഹര രൂപത്തെയാണ് മേൽപ്പത്തൂർ വർണ്ണിക്കുന്നത്. നമുക്ക് ആദ്യത്തെ 2 വരികളുടെ അർത്ഥം നോക്കാം. തത്തേ, തത് അങ്ങനെയുള്ള, തേ അങ്ങയുടെ, പ്രത്യഗ്രധാരാധര പ്രത്യഗ്ര പുതിയ, ധാരാധര ധാര എന്നാൽ ജലം, ധാരാധര എന്നാൽ ജലത്തെ ധരിച്ചത്, അതായത് മഴമേഘം. പ്രത്യഗ്രധാരാധര എന്ന് പറഞ്ഞാൽ പുതിയ മഴമേഘത്തിൻ്റെ നിറത്തോടും, ലളിതകളായാവലി ലളിതം മനോഹരം, കളായാവലി കളായം എന്ന് പറഞ്ഞാൽ കായാമ്പൂ, കളായാവലി എന്ന് പറയുമ്പോൾ കായാമ്പൂക്കളുടെ കൂട്ടം, കേളികാരം ആടിയുലയുന്ന. അപ്പോൾ ആദ്യത്തെ ഒരു വരിയുടെ അർത്ഥം ഇങ്ങനെ വരും: പുതിയ മഴമേഘത്തിൻ്റെയും ആടിയുലയുന്ന കായാമ്പൂ കുലകളുടെയും നിറത്തോടു കൂടിയവനുമാണ് അങ്ങ്. ലാവണ്യസ്യൈകസാരം, ലാവണ്യം സൗന്ദര്യം, ലാവണ്യസ്യേകസാരം സൗന്ദര്യത്തിൻ്റെ ഒരേയൊരു അർത്ഥം എന്താണോ അതാണ് ഭഗവാനെ അങ്ങയുടെ ദേഹം. കൂടാതെ സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, സുകൃതി ജനം പുണ്യാത്മാക്കൾ, സുകൃതി ജനദൃശാം എന്ന് പറഞ്ഞാൽ പുണ്യാത്മാക്കൾക്ക് മാത്രമാണ് അങ്ങയെ കാണുവാൻ കഴിയുന്നത്. അടുത്ത 2 വരികളുടെ അർത്ഥം നോക്കാം. ലക്ഷ്മി നിശങ്കലീലാ നിലയനം അമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ലക്ഷ്മി നിശങ്കലീലാ നിലയനം, ലക്ഷ്മി ദേവി യാതൊരു ശങ്കയും കൂടാതെ കളിച്ചുല്ലസിക്കുന്ന സ്ഥലമാണല്ലോ അങ്ങയുടെ ആ വക്ഷസ്. അമൃതസ്യന്ത അമൃതധാര സന്തോഹം വർഷിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ചിന്തകാനാം നല്ലവണ്ണം ധ്യാനിക്കുന്നവരുടെ അന്ത മനസ്സിനെ, സിഞ്ചത് എന്ന് പറഞ്ഞാൽ നനയ്ക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അമൃതസ്യന്ത സന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം എന്ന് പറഞ്ഞാൽ അങ്ങയെ ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ അമൃതധാര വർഷിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നതും ആയ തേ വപു അങ്ങയുടെ ദേഹം. വപുരനുകലയെ ആ വപുവിനെ, ആ ദേഹത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങയുടെ ആ ഇങ്ങനെയുള്ള ആ രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിക്കുന്നു അല്ലയോ മാരുതാകാരനാഥ ഗുരുവായൂരപ്പ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ 2ാമത്തെ 2 വരികളുടെ അർത്ഥം വരുന്നത്. ഇനി ഈ 2ാമത്തെ 2 വരികളുടെ അർത്ഥം ഒരുമിച്ച് പറയുമ്പോൾ: ലക്ഷ്മി ദേവി യാതൊരു ശങ്കയും കൂടാതെ കളിച്ചുല്ലസിച്ചുകൊണ്ടിരിക്കുന്നതും ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ അമൃതധാരയെ വർഷിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നതുമായ അങ്ങയുടെ ആ മനോഹര ദേഹത്തെ ഞാൻ ഇടവിടാതെ നിരന്തരം ധ്യാനിക്കുന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ മാരുതാകാരനാഥ ഗുരുവായൂരപ്പ, പുതിയ മഴമേഘത്തിൻ്റെയും ആടിയുലയുന്ന കായാമ്പൂ കൂട്ടങ്ങളുടെയും നിറത്തോടു കൂടിയതും സൗന്ദര്യത്തിൻ്റെ ഒരേയൊരു അർത്ഥമായിട്ടുള്ളതും പുണ്യാത്മാക്കൾക്ക് മാത്രം കാണാൻ കഴിയുന്നതുമാണ് അങ്ങയുടെ ഈ പൂർണ്ണ പുണ്യാവതാരം.
ലക്ഷ്മീ ദേവി യാതൊരു ശങ്കയും കൂടാതെ കളിച്ചുല്ലസിച്ചു കൊണ്ടിരിക്കുന്നതും ധ്യാനിക്കുന്നവരുടെ മനസ്സിനെ അമൃതധാര വർഷിച്ച് നനച്ചുകൊണ്ടിരിക്കുന്നതുമായ അങ്ങയുടെ ആ സുന്ദര രൂപത്തെ ഞാൻ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഭഗവാനെ എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂർ പറയുന്നത്. തത്തേ പ്രത്യഗ്രധാരാധര ലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതി ജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനം അമൃതസ്യന്ത സന്തോഹമന്ദ സിഞ്ചത് സഞ്ചിന്തഗാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ഏഴാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.